അപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നപ്പോഴുണ്ടല്ലോ ബിഗ് ബോസിൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുക. സോ അന്നേരം ഒരു കൂട്ടുകാരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ലൈവിൽ കാണാൻ പറ്റി. എങ്കിലും അവരെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി എൻ്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നു. അതായത് നമുക്കൊരു ഭയങ്കര എന്താ പറയുന്നത്, ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ച അനീഷിനെന്നാ. പക്ഷെ എന്തോ ചെയ്യാം, ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് മനസ്സിലായി ഈ PR വർക്കിനൊക്കെ ഇത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന്. എനിവേ അനൂനത് കിട്ടി. അപ്പം ഞങ്ങൾ ഒമാനിൽ നിന്ന് കുറച്ചേറെ നേഴ്സുമാരാണ്. കുറച്ചേറെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾക്കിത് ഒട്ടും ഒരു എന്നാ പറയുന്ന ഒരു ട്രസ്റ്റായിട്ടൊരു വർത്തിറ്റായിട്ടുള്ളൊരു കളിയായിട്ടല്ലേ ഒരു വിജയമായിട്ട് തോന്നിയില്ല. സാധാരണക്കാരായ മനുഷ്യർ ഇതുപോലൊക്കെ ഗെയിമിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെയുള്ള വിജയം എന്തോ അല്ലേ. പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമാകുന്ന എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഈ ഒരു ഫ്രണ്ടിനാണ്. അതായത് എന്താ ബിനു, നിന്റെ ഒരു ഒപ്പീനിയൻ എന്തോ ഇതിനെക്കുറിച്ചുള്ളത്? അവിടെ വായിൽ ഉപ്പേരിയാണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. എങ്കിലും ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ക്യാമറയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ മുന്നിലോട്ടൊക്കെ എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ്, അവർക്കൊരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ളേ. പക്ഷെ ഇവക്ക് അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതായത് ഒരു ജഗതിയും ജഗദീഷും പോലാണ് ഞങ്ങള്. അപ്പൊ പറഞ്ഞു, എന്താ നിന്റെ അഭിപ്രായം എന്നാ ഈ ഒരു ഗെയിം? സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച പുള്ളി ജയിക്കണം എന്ന്. എനിക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമായിട്ടുണ്ടത്.